ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന രേണുസുതി ആൻഡ് കിച്ചു വിഷയത്തിൽ ട്രാൻസ്ജെൻഡറും രേണുവിന്റെ സുഹൃത്തുമായ ജാസി പുതിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. അവരുടെ വാക്കുകൾ ഇങ്ങനെ: രേണുവുമായി താൻ വർഷങ്ങളുടെ സൗഹൃദമുണ്ട്. അവർക്ക് കിച്ചുവിനോട് അതിയായ സ്നേഹമാണ്. കിച്ചുവിന്റെ സ്വന്തം അമ്മയോ രണ്ടാനമ്മയോ അല്ല. രേണു മറിച്ച് മൂന്നാനമ്മയാണ്. എന്നിട്ടും ഒരു സ്വന്തം മകനെ പോലെയാണ് അവർ കിച്ചുവിനെ കാണുന്നത്. ദുബായിൽ പെർഫ്യൂം ഷോപ്പ് നടത്തിയിരുന്ന കാലം തൊട്ടേ രേണുവുമായി അടുപ്പമുണ്ട്. സുഹൃത്തും രേണുവിന്റെ മാനേജറുമായ കരീഷ്മയുടെ വീട്ടിൽ ഒത്തുകൂടുമ്പോഴെല്ലാം കിച്ചു വിളിക്കുന്നതും ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ വലിയ തുകകൾ നൽകുന്നതും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോഴെല്ലാം പണം നൽകിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന കുട്ടിയല്ലെന്ന് ഉറച്ച വിശ്വാസത്തിൽ ആയിരുന്നു രേണു. ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും കിച്ചുവിനെ കുറ്റം പറയാൻ രേണു തയ്യാറല്ല. പണം നൽകി മറ്റാരോ അവനെ കൊണ്ട് ഇതെല്ലാം നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ് എന്നാണ് രേണു വിശ്വസിക്കുന്നത്. തുടർച്ചയായി സൈബർ ആക്രമണങ്ങളിൽ മനം നൊന്ത് രേണു കടുത്ത മാനസികാവസ്ഥയിലാണ്. ഫോണിൽ സംസാരിച്ചപ്പോൾ അവൾ പൊട്ടിക്കരയുകയായിരുന്നു. ആളുകൾ കൂട്ടത്തോടെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അത് അവരുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുമെന്ന് കടുത്ത ആശങ്കയുമുണ്ട് എനിക്ക്. അതേസമയം അച്ഛൻ പങ്കാളികളിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത അവഗണനയും അതിലൂടെ ലഹരിക്ക് അടിമപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങളുമായിരുന്നു കിച്ചു നേരത്തെ തുറന്നു പറഞ്ഞത്. സുധിയുടെ മരണത്തിന് ശേഷം കുടുംബത്തിൽ നിന്നും നേരിട്ട അവഗണനകൾ തന്നെ തളർത്തി.